അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ അബ്ദിക വറസൂലിക മുഹമ്മദിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഊസീകും വയ്യായ അവലം ബിതഖ്വല്ലാഹ്. റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇൻ ഉരീദു ലിൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖളാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബ്റ അഹദുഹുമാ ഔ കിലാഹുമാ فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും ഈ സദസ്സിനെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിന്റെ പഠനം ഉദ്ദേശിച്ചുകൊണ്ടുള്ള നമ്മുടെ ഈ സംഗമം തമ്പുരാന്റെ അടുക്കൽ സ്വീകാര്യമായ ഒരു സൽക്കർമ്മമായി നാഥൻ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നാം മനസ്സിലാക്കിയതുപോലെ സൂറ ഇസ്രായിലെ 23-ാമത് ആയത്തിലെ മർമ്മപ്രധാനമായ രണ്ടാമത് പ്രതിപാദന വിഷയം വബിൽ വാലിദൈനി ഇഹ്സാന എന്നതിലൂന്നിയാണ് നമ്മുടെ ക്ലാസ്സുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ വിധിയും തീരുമാനവും അറിയിപ്പും നിർദ്ദേശവുമായി ബന്ധപ്പെട്ടുള്ള രണ്ട് നിർദ്ദേശങ്ങളിൽ ഒന്നാമത്തേത് അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹു, അവന് മാത്രം വഴിപ്പെട്ടേ ജീവിക്കാവൂ. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് ഇഹ്സാനിൽ വർത്തിക്കണം, നന്മയിൽ വർത്തിക്കണം, ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കണം. അവർക്ക് വാർദ്ധക്യ സഹജമായ അവസ്ഥയിൽ അവർ രണ്ടുപേരുമോ അല്ലെങ്കിൽ അവരിൽ ഒരാളോ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ അവരോട് ഏറ്റവും നന്നായിട്ട് പെരുമാറണം. അവരോട് ഉഫിൻ, ചേ എന്ന് പോലും പറയാൻ പാടില്ല. അവരെ ആട്ടിയോടിക്കാൻ പാടില്ല, അവരോട് പരുഷമായി പെരുമാറാൻ പാടില്ല, അവരെ വെറുപ്പിക്കാൻ പാടില്ല. വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമ, വളരെ മാന്യമായ, വളരെ വിനയത്തോടു കൂടിയ, എല്ലാ നല്ല മര്യാദകളും ചേരുന്ന രീതിയിൽ അവരോട് സംസാരിക്കണം. വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, നിന്റെ കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് താഴ്ത്തി കൊടുക്കണം. നിന്റെ സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ ചിറകിനടിയിലായിരിക്കണം അവർക്ക് സുരക്ഷിതത്വം കിട്ടും വിധമുള്ള പരിചരണം ലഭ്യമാകേണ്ടത്. മാത്രമല്ല വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, ചെറുപ്പത്തിൽ എന്നെ അവർ പോറ്റി വളർത്തിയതുപോലെ നാഥ നീ അവരോട് കരുണ കാണിക്കണമേ, അവരോട് കാരുണ്യം ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുകയും വേണം. ഈ ആയത്തിന്റെ വബിൽ വാലിദൈനി ഇഹ്സാന എന്ന് തുടങ്ങി മാതാപിതാക്കളോട് എങ്ങനെയൊക്കെ ഇഹ്സാനിൽ വർത്തിക്കണം എന്ന നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളെല്ലാം ചേർന്ന് വരുന്ന വിശദീകരണങ്ങൾ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ വന്നത് ആണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ വിഷയത്തിൽ മാതാപിതാക്കളോട് ഏറ്റവും നന്നായി വർത്തിക്കുന്ന വിഷയത്തിൽ നമ്മുടെ മുൻഗാമികളായ സലഫു സ്വാലിഹീങ്ങൾ റഹിമഹുമുല്ലാ അവർ കാഴ്ചവെച്ച മാതൃകളെ കുറിച്ചായിരുന്നു നമ്മുടെ ചർച്ച. അതിൽ സഹാബത്തിന്റെ മാതൃകകളും പറഞ്ഞു, സഹാബത്തിന് ശേഷം വന്ന മഹാരഥന്മാരായ ആളുകൾ ചിലരുടെ ഉദാഹരണങ്ങളും പറഞ്ഞു. അതിൽ ഏറ്റവും ശ്രദ്ധയോടുകൂടി വേദവാക്യം അല്ലെങ്കിലും വേദവാക്യം പോലെ നാം കൊണ്ടു നടക്കേണ്ടുന്ന ഒരു ഉപദേശമാണ് സ്വഹാബിയായിട്ടുള്ള അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ നമുക്ക് നൽകിയത്. അദ്ദേഹത്തെ സയ്യിദുൽ മുഫസ്സിരീൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ഖുർആനിന് വ്യാഖ്യാനം നൽകിയ, തഫ്സീർ പറഞ്ഞ, അതിന്റെ വ്യാഖ്യാനം വിശദീകരിച്ച മഹാരഥന്മാരിൽ മുമ്പന്തിയിലുള്ള ആളാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗുരുമുഖത്ത് നിന്ന് ഖുർആനിന്റെ വ്യാഖ്യാനം കേട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്ന മഹൽ വ്യക്തിത്വമാണ് അദ്ദേഹം. ഈ ആയത്തിന്റെ വിശദീകരണങ്ങൾ പഠിക്കുമ്പോൾ, മാതാപിതാക്കളോട് ഏറ്റവും നന്നായി വർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ഈ നിർദ്ദേശങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ നിർദ്ദേശങ്ങൾ കഴിഞ്ഞാൽ
ശേഷം സഹാബത്തിന്റെ ഈ വിഷയത്തിലെ അഭിപ്രായ പ്രകടനങ്ങളും മാതൃകകളും വായിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് വരുന്നത് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നിർദ്ദേശമാണ്. അതുകൊണ്ടാണ് വേദവാക്യമല്ല ഇത്, വേദത്തിൽ വന്നതല്ല, സുന്നത്തിൽ വന്നതല്ല, സഹാബിയായ ഇദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. അത് വേദവാക്യം പോലെ നമ്മൾ കൊണ്ടു നടക്കണം. അദ്ദേഹം പറഞ്ഞത് കുൻ മഅൽ വാലിദൈൻ, നീ നിന്റെ മാതാപിതാക്കളുടെ കൂടെയാവേണ്ടത്. അവർ എത്ര തന്നെ പരുക്കന്മാരായിരുന്നാലും എത്ര തന്നെ അനിഷ്ടകരമായത് ചെയ്യുകയാണെങ്കിലും നീ പഠിച്ച ഇസ്ലാം വെച്ചുകൊണ്ട്, നീ പഠിപ്പിക്കപ്പെട്ട ഇസ്ലാം വെച്ചുകൊണ്ട്, ഖുർആനും സുന്നത്തും വായിച്ചും പഠിച്ചും ഖുതുബയും വഅലും കേട്ടും നീ മനസ്സിലാക്കിയ ഇസ്ലാമിൽ മാതാപിതാക്കളോട് നീ അനുവർത്തിക്കേണ്ടുന്ന രീതികളും ചര്യകളും ഒക്കെ പഠിപ്പിക്കപ്പെട്ടത് മുമ്പിൽ വെച്ചുകൊണ്ട് അവരോട് നല്ല നല്ല വർത്തിക്കാൻ നീ തീരുമാനിച്ചാൽ തന്നെയും നിനക്ക് അസ്കതയുണ്ടാക്കുന്ന പെരുമാറ്റ രീതികളുള്ള, സ്വഭാവങ്ങളുള്ള, വാശി പിടിക്കുന്ന, ചിലപ്പോൾ കുറച്ചധികം കുശുമ്പും കുനിഷ്ടുമുള്ള, നീ ഉദ്ദേശിക്കും വിധമുള്ള ഈമാനോ ഇസ്ലാമോ അതിനനുസൃതമായ തർബിയത്തോ ശിക്ഷണമോ ലഭ്യമായിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ കൾച്ചറിന്റെ ലെവലേശം പോലും തൊട്ട് തീണ്ടിട്ടില്ലാത്ത അവസ്ഥയിൽ നിന്റെ മാതാപിതാക്കൾ ചിലപ്പോൾ നിന്റെ കൂടെ ഉണ്ടാവാം. അതതിന്റെ ഒരു മറുവശമാണ്. അങ്ങനത്തെ അവസ്ഥയിൽ പോലും കുൻ മഅൽ വാലിദൈനി, നീ നിന്റെ മാതാപിതാക്കളുടെ കൂടെയാവണം. കൽ അബ്ദിൽ മുദ്നിബിൽ ദലീൽ ലിസ്സയ്യിദിൽ ഫദ്ലിൽ ഖലീൽ, ഒരു കുറ്റവാളിയായ അടിമ തന്റെ പരുക്കനും കഠിന ഹൃദയാലുവുമായിട്ടുള്ള യജമാനന് മുമ്പിൽ എങ്ങനെ വിനയത്തോടെ നിൽക്കുമോ അങ്ങനെ നിന്നേക്കണം എന്നാണ്. വളരെ പരുക്കൻ സ്വഭാവമുള്ള, കഠിന ഹൃദയമുള്ള യജമാനന്റെ കീഴിൽ അയാളുടെ അടിമയായി, അയാൾ പണം കൊടുത്തു വാങ്ങിയ അടിമയായ ഒരാൾ, ആ അടിമക്ക് ഒരു വീഴ്ച പറ്റിയാൽ ആ വീഴ്ച പറ്റിയ, തെറ്റുവരുത്തിയ അടിമ ഈ കഠിന ഹൃദയനും പരുക്കൻ സ്വഭാവമുള്ള യജമാനന്റെ മുമ്പിൽ ദലീൽ, എത്രമേൽ വിനയാന്യതനായി നിൽക്കുമോ അങ്ങനെ നിന്റെ മാതാപിതാക്കളുടെ കൂടെ നിൽക്കാൻ നിനക്ക് പറ്റണം എന്ന്. അത് നമ്മുടെ മനസ്സിൽ ഓർത്തു വെക്കേണ്ടത് ഈ വിഷയത്തിലെ മർമ്മമുള്ള വാക്യമാണ്. മാതാപിതാക്കളെ ഈ യജമാന്റെ സ്ഥാനത്ത് പരിഗണിക്കുക. ചില മാതാപിതാക്കൾ അങ്ങനെ അത്രത്തോളമായില്ലെങ്കിലും അങ്ങനെയൊക്കെ ആവാം. ഇഷ്ടകരമല്ലാത്ത ഒരുപാട് ദുരനുഭവങ്ങൾ മാതാപിതാക്കളാൽ അനുഭവിച്ച ആളുകൾ നമുക്കിടയിൽ ജീവിച്ചിരിപ്പുണ്ട്. അത് മാതാപിതാക്കളുടെ അറിവില്ലായ്മ കൊണ്ടും ഇസ്ലാമിക ബോധമില്ലായ്മ കൊണ്ടും അവരുടെ കൾച്ചർ ഇസ്ലാമുമായി പുലബന്ധമില്ലാത്തത് കൊണ്ടും ഒക്കെ ആവാം. ചിലതൊക്കെ പാരമ്പര്യവുമാകാം. വാശിയും അതുപോലെ തന്നെ ശത്രുതയും അവസാനമാകുമ്പോഴേക്ക് വല്ലാത്ത അളവിൽ ഇടുക്കം സൃഷ്ടിക്കലും എന്തായിരുന്നാലും തൃപ്തി വരാത്ത അവസ്ഥയും ഒക്കെ ഉണ്ടാവാം. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ മാതാപിതാക്കളായാൽ പോലും അവരുടെ മുമ്പിൽ വളരെ വിനയത്തോടെ നിൽക്കുന്ന ഒരു അടിമയെ പോലെ, അടിമ എന്ന് പറഞ്ഞാൽ യജമാനൻ പണം കൊടുത്തു വാങ്ങിയ ആളാണ്, ആ അടിമക്ക് മറുത്തൊരക്ഷരം എതിർവായി പറയാൻ പറ്റില്ല. കാരണം അത് അടിമ സമ്പ്രദായത്തിൽ അനുവദനീയമല്ല. അതന്നെ. അപ്പോൾ തിരുവായിക്ക് എതിർവായി പറയാതെ യജമാനന് മുമ്പിൽ അങ്ങനെ കുറ്റം സമ്മതിച്ച് കുറ്റവാളിയെപ്പോലെ വിനയാന്യതനായി നിൽക്കുന്ന രീതിയിൽ തന്നെ നിനക്ക് തുടരാൻ കഴിയണമെന്ന ആ ഉപദേശത്തിന് സഹോദരന്മാരെ, സഹോദരിമാരെ, വലിയ അർത്ഥവിശാലതയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതിൽ ചർച്ചയിൽ വെച്ച ഒരു മർമ്മപ്രധാനമായ വശം ഓർമ്മിപ്പിച്ചുകൊണ്ട് അതിന്റെ തുടർച്ചയിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഈ അർത്ഥത്തിൽ മഹാരഥന്മാരായ മുൻഗാമികൾ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സ്വീകരിക്കുന്ന നിലപാട് അവർ വാചികമായും പ്രായോഗികമായും അഥവാ വാക്കാലും പ്രവൃത്തിയാലും പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതൃക കേട്ടു. അലി ബിൻ ഹസൻ റളിയല്ലാഹു തആല അൻഹുവിനെ കേട്ടു. അലി ബിൻ ഹസൻ റളിയല്ലാഹു തആല അൻഹു തന്റെ മാതാപിതാക്കളുടെ കൂടെ ഭക്ഷണം കഴിക്കില്ല. അത് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന നമ്മുടെ ഈ സൗഹൃദത്തിന്റെ രീതി ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല. നമുക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാൻ തീന്മേശയിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം ഉണ്ട് നമ്മുടെയൊക്കെ വീട്ടിൽ. അങ്ങനെ വരുമ്പോൾ ഭക്ഷണ സമയത്ത് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉരുള ഉരുട്ടി വായിലേക്കൊക്കെ വെച്ചു കൊടുത്ത് സ്നേഹത്തോടെ അങ്ങോട്ട് വിളമ്പിയും കഴിച്ചും കഴിപ്പിച്ചുമൊക്കെയുള്ള അത്തരം ഒരു സംഗമത്തിന് വലിയ ഹൃദ്യത ഉണ്ടാകും നമ്മുടെ ഈ പുതിയ സംസ്കാരത്തിൽ, അല്ലെങ്കിൽ പുതിയ കുടുംബ ഘടനക്കകത്ത്, അല്ലെങ്കിൽ നമ്മുടെ പുതിയ ജീവിത ശൈലിക്കകത്ത്. പക്ഷെ ഇതായിരുന്നില്ല അവരുടെ ജീവിത മാതൃക. അവർക്ക് നല്ല ഭക്ഷണം ഇത്തിരിയേ ഉണ്ടാവുകയുള്ളൂ. അത് എല്ലാവരും ഇരുന്ന് കഴിച്ചാൽ എല്ലാവർക്കും കഴിക്കാൻ മതിയാവില്ല. അപ്പോൾ തൻ്റെ മാതാപിതാക്കൾ മക്കളെ ഊട്ടാനാണ് ശ്രമിക്കുക.
അങ്ങനെയാണ് നമ്മുടെ രീതിയൊക്കെ. നമ്മുടെ ഒരു പഴയ സംസ്കാരം അനുസരിച്ച് ഉമ്മ ഉള്ളതെല്ലാം ബാപ്പാക്കും മക്കൾക്കും, അത് നല്ല ഒരു പങ്ക് ആൺമക്കൾക്കും വിളമ്പിക്കൊടുത്തിയ ശേഷം പിന്നെ മിച്ചവന് പെൺമക്കൾക്ക് കൊടുത്ത്, പിന്നെയും വല്ലതും ഉണ്ടെങ്കിൽ ഉമ്മ കഴിക്കുകയോ ഇല്ലെങ്കിൽ അവരെല്ലാം കഴിച്ച പാത്രം കഴുകി അത് കുടിച്ചും വെച്ച കുടുക്കയിലെ അഥവാ കലത്തിലെ ബാക്കി കഞ്ഞിവെള്ളം മോന്തിയൊക്കെ കടന്നുറങ്ങിയ ഒരു പഴയ സംസ്കാരവും രീതിയൊക്കെ നമുക്ക് പരിചയമുണ്ട്. അതാണ് ഉമ്മ. അങ്ങനെയാണ് ബാപ്പയും ഉമ്മയും എന്നിരിക്കെ ഉമ്മയും ബാപ്പയും അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാതെ മക്കൾക്ക് വേണ്ടി മാറ്റിവെക്കുമോ എന്നും, മക്കളാണെങ്കിൽ ഇത്തിരി സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട് അതിൽ നിന്ന് നല്ല പങ്കെടുത്ത് നല്ല ഉരുളെടുത്ത് കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകുന്ന അവസ്ഥ സംഭവിക്കുമോ എന്നുമൊക്കെ ഭയപ്പെട്ടത് കൊണ്ട് മകനായ അലി ബിൻ ഹസൻ റളിയല്ലാഹു തആല അൻഹു റഹിമഹുല്ല തീരുമാനിക്കുകയാണ്, ഞാനായിട്ട് അവരുടെ കൂടെ കഴിക്കൂല. കാരണം ഞാൻ കഴിക്കുന്ന ഉരുള അതിൽ നല്ല പങ്കായിരിക്കും, നല്ല ഉരുളയായിരിക്കും. അതെന്റെ മാതാപിതാക്കൾ കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാനത് കഴിച്ചു പോയാൽ അവർക്കത് കിട്ടില്ലല്ലോ എന്നത് മനസ്സിലാക്കിയിട്ട് അവരുടെ കൂടെ കഴിക്കാറില്ല എന്നാണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് മാതാപിതാക്കൾക്ക് നല്ല ഭക്ഷണം കൊടുത്തും അവർക്ക് ഭക്ഷണത്തിന് നല്ല പങ്ക് കൊടുത്തും അവരുടെ ഇഷ്ടവും തൃപ്തിയും അവർ നല്ലത് കഴിക്കുന്നതിൽ മനസ്സംതൃപ്തിയും അതിൽ വലിയ താല്പര്യവും അതിനുവേണ്ടി ത്യാഗം സഹിക്കുകയും ചെയ്യുന്ന ഒരു മകനെയാണ് നമ്മുടെ മുമ്പിൽ ഈ ചരിത്രം ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നത്. അതാണ് മക്കൾ മാതാപിതാക്കൾ കാണിക്കേണ്ടുന്ന കടപ്പാടിന്റെ മർമ്മം. അവർക്ക് നല്ല സൗകര്യം ചെയ്തു കൊടുക്കുക, നല്ല ഭക്ഷണം കൊടുക്കുക, അവർക്ക് ആഗ്രഹമുള്ളത് കഴിക്കാൻ അവസരം കൊടുക്കുക. അങ്ങനെയാണ് ആഗ്രഹങ്ങൾ ഉണ്ടാകും. നമ്മൾ പുറത്ത് പോയിട്ട് കഴിക്കും, അവർക്ക് പുറത്ത് പോകാൻ അവസരമില്ല, നമ്മൾ പുറത്ത് കൊണ്ടുപോകുന്നില്ല, അല്ലെങ്കിൽ പുറത്തു പോയി കഴിച്ചവർക്ക് ശീലമില്ല എങ്കിൽ നമ്മൾ കഴിക്കുന്ന നല്ല ഭക്ഷണം അവർക്ക് കൂടി കിട്ടാൻ അവസരം ഉണ്ടാക്കുമെന്ന് വീട്ടിൽ സംവിധാനിക്കുന്ന, അങ്ങനെ നല്ല ഭക്ഷണം കഴിക്കാൻ നമ്മുടെ സൗകര്യത്തിനകത്ത് നിന്നുകൊണ്ട്, ഓരോരുത്തരെയും വരുമാനത്തിനകത്ത് നിന്നുകൊണ്ട് അങ്ങനെ സൗകര്യം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് മാതാപിതാക്കളെ പരിചരിക്കുക എന്ന തൃപ്തി കണ്ടെത്തുന്ന ഒരു മകനെയാണ് ഈ ചരിത്രം നമ്മെ ആ മകനെയാണ് ചരിത്രത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ശേഷം നമ്മൾ അവസാനമായി പറഞ്ഞത് ഇബ്നു ശുറൈഹിന്റെ ചരിത്രമാണ്. ഇബ്നു ശുറൈഹ് ആളുകളെ പഠിപ്പിക്കുന്ന നല്ല ഒരു പണ്ഡിതനാണ്, ക്ലാസ് എടുക്കും അദ്ദേഹം. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കെ ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞത് ചെറിയൊരു കാര്യമാണ്. ഉമ്മ പറയുന്നത് ഉമ്മാക്ക് വലിയ കാര്യമാണ്. കാരണം ഉമ്മാടെ വിഷയം കോഴിക്ക് തീറ്റ കൊടുത്തില്ല എന്നതാണ്. മകന്റെ വിഷയമോ, മകൻ ഒരു സദസ്സിന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സദസ്സിൽ പങ്കെടുക്കുന്നവർക്ക് ആ മകനെ പ്രതീക്ഷിച്ച് വന്നിരിക്കുകയാണ്. അവിടെ പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഗുരുകുല വിദ്യാഭ്യാസ സ്റ്റൈലിൽ വീട്ടിൽ തന്നെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉമ്മ അപ്പോൾ സാധാരണഗതിയിൽ വീട്ടിലെ കാര്യങ്ങൾ ഓരോന്ന് മക്കളോട് പറഞ്ഞ് ചെയ്യിക്കും. ഇദ്ദേഹം വലിയ പണ്ഡിതനാണെങ്കിൽ ഉമ്മാക്ക് ഉമ്മാന്റെ മകനാ. ഉമ്മാക്ക് ഒരു വേള ഈ നടക്കുന്ന ക്ലാസ്സിനെ കുറിച്ചോ അതിന്റെ ഗൗരവത്തെ കുറിച്ചോ അത്രത്തോളം ഗ്രാഹ്യം ഉണ്ടാവണമെന്നില്ല. ഉണ്ടെങ്കിൽ തന്നെയും ഉമ്മ കാര്യങ്ങൾ അങ്ങ് കൽപ്പിക്കുന്നു, പറയുന്നു. ഉമ്മയുടെ ഒരു ശൈലി അങ്ങനെയാണ്. അങ്ങനെ ഉമ്മ പറഞ്ഞു, നീ കോഴിക്ക് തീറ്റ കൊടുത്തിട്ട് വാ എന്ന്. ഇദ്ദേഹം ക്ലാസ് നിർത്തി, എന്നിട്ട് തീറ്റ എടുത്തിട്ട് കോഴിക്കൂട്ടിൽ പോയി. കോഴിക്കൊക്കെ തീറ്റ കൊടുത്തിട്ട് തിരിച്ചു വന്നു. എന്നിട്ട് ബാക്കി ക്ലാസ് തുറന്നു എന്നാണ്. ഒരു അസ്കതയും ഇല്ലാത്ത അവസ്ഥ ചെയ്യാൻ കഴിഞ്ഞു. അവിടെ വിഷയം ഉമ്മ പറഞ്ഞത് ഈ ക്ലാസും ഇസ്ലാമിന്റെ ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചെറിയ കാര്യമാണെങ്കിലും ഉമ്മയുടെ ഒരു നിർദ്ദേശമാണ്. ആ ഉമ്മയുടെ നിർദ്ദേശത്തിന് ഒരു മകൻ കൽപ്പിക്കുന്ന വിലയാണ് ഇബ്നു ശുറൈഹിന്റെ ഈ ചരിത്രം പഠിപ്പിച്ചിരുന്നത്. ഇതിലൊക്കെ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. എത്രത്തോളം നമ്മൾ വിനയാന്യതരാവണം, എത്രത്തോളം നമ്മൾ അവരെ പരിഗണിക്കാൻ പഠിക്കണം, എത്രത്തോളം നമ്മൾ നമ്മെ ഈ വിഷയത്തിൽ മെരുക്കിയെടുക്കണം. നമ്മളെ മെരുക്കല്ലാതെ മാർഗമൊന്നുമില്ല. കാരണം നമ്മുടെ മാതാപിതാക്കൾ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന അളവിലേക്ക് മെരുങ്ങിക്കൊള്ളണമെന്നില്ല. പക്ഷെ നമുക്കാണെങ്കിൽ നമ്മുടെ സ്വർഗം നഷ്ടപ്പെടാൻ പാടില്ല. ഇവര് നമ്മുടെ സ്വർഗമാണ്. അള്ളാഹുവിന്റെ കുരുത്തവും പൊരുത്തവും നമുക്ക് നേടിത്തരാൻ കഴിയുന്ന വഴികളാണ്. അതുകൊണ്ട് നാം അതിനനുസൃതമായ നിർദ്ദേശം എത്ര ചെറുതാണെങ്കിലും അതിൽ അസ്കത പ്രകടിപ്പിക്കാതെ ആ നിർദ്ദേശങ്ങൾ പാലിക്കാൻ പഠിക്കണം എന്ന വലിയ പാഠം പഠിപ്പിക്കുക. തുടർന്ന് ഏതാനും ഉദാഹരണങ്ങൾ കൂടി. ഹിജ്ർ ബിൻ അദി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഒരു ചരിത്രം പറയുന്നത്, അദ്ദേഹം തന്റെ ഉമ്മക്ക് സൗകര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടി നടത്തിയ ത്യാഗത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ ഈ കാലഘട്ടത്തിലെ പോലെ മൃദുലമായ നല്ല മാർദ്ദവമുള്ള ബെഡോ അല്ലെങ്കിൽ അങ്ങനത്തെ ബെഡ്ഷീറ്റുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിരികളോ ഇരിപ്പിടങ്ങളോ ഒന്നും ആ കാലഘട്ടത്തിൽ ഇല്ല. ഉള്ളത് എങ്ങനെയൊക്കെ നിർമ്മിച്ചാലും വളരെ പരുക്കനായിരിക്കും. മിക്കവാറും അത് ഏറെക്കുറെ ഈത്തപ്പന ഓലയോ മറ്റൊക്കെ ആയിരിക്കാം. തിരുനബിയെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റ് നിസ്കരിക്കാൻ വേണ്ടി വന്നാൽ സഹാബത്ത് തിരുനബിയുടെ പുറത്ത്
തിരുനബി കടന്ന ഈത്തപ്പന ഓല കൊണ്ട് നിർമ്മിച്ച പായ ഉണ്ടാക്കിയ അടയാളങ്ങളും കോറലും കീറലും കാണാറുണ്ടായിരുന്നു എന്ന്. അങ്ങനെ ഹദീസ് നമ്മൾ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. സഹാബത്ത് വല്ലാതെ കണ്ട് അസ്വസ്ഥപ്പെട്ട് അവർ പറഞ്ഞു, റസൂലെ, അങ്ങേക്ക് ഞങ്ങൾ ഒരു മെത്ത സംഘടിപ്പിച്ചു തരട്ടെ. മെത്ത എന്ന് പറയുമ്പോൾ പോലും നമ്മളെ ഉദ്ദേശിക്കുന്ന ആ മാർദ്ദവമുള്ള മെത്തയൊന്നും അല്ല കേട്ടോ. അതിങ്ങനെ ഈത്തപ്പനയുടെ മട്ടലൊക്കെ ചതച്ച്, അതുപോലെ മറ്റു ചില ചെടികളുടെ ഭാഗങ്ങളൊക്കെ ചതച്ചെടുത്ത് അതിങ്ങനെ ഒരു ചാക്കിൽ നിറച്ചാൽ ഉണ്ടാകുന്ന ഒരു സംവിധാനം, അത്രയൊക്കെയാണ് അന്നത്തെ ഒരു രീതി. അങ്ങനത്തെ ഒരു മെത്ത ഉണ്ടാക്കി തരട്ടെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞത്, മാലി വഹാദിഹി ദുനിയ ഇല്ലാ കറാക്കിബിൻ, ഞാനും ഈ ദുനിയാവും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്കറിയില്ലേ, ഒരു വഴിയാത്രക്കാരനെ പോലെയാണ്. ഇസ്തദല്ലത്ത് തഹ്ത ഷജറ, ആ വഴിയാത്രക്കാരന് ഒരു മരത്തിന്റെ തണലിൽ ഇത്തിരി നേരം വിശ്രമിച്ചു. സുമ തറക്കഹ, പിന്നീട് ആ മരത്തണൽ ഉപേക്ഷിച്ച് അദ്ദേഹത്തിന്റെ വഴിയെ സഞ്ചരിച്ചു. അങ്ങനെയുള്ള വഴിയാത്രക്കാരനെ പോലെയാണ് ഞാൻ. മരത്തണൽ അദ്ദേഹത്തിന് ശാശ്വതമായ ഇടമല്ലാത്തതുപോലെ ദുനിയാവ് എനിക്ക് ശാശ്വതമായ ഇടമല്ല. പരലോകത്തേക്കുള്ള പ്രയാണത്തിലെ ഇടത്താവളം മാത്രമാണ് ഇന്ന് പഠിപ്പിച്ചത്, അവിടെ വെച്ചിട്ടാണ്. അപ്പൊ ഇത് പറഞ്ഞത് ആ കാലഘട്ടത്തിലെ പുതപ്പ് അല്ലെങ്കിൽ വിരിപ്പ്, പായ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്. അത്രയൊക്കെ അതിന് മാർദ്ദവത്വം ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഹിജ്ർ ബിൻ അദി ചെയ്ത പണി എന്താന്ന് വെച്ചാൽ, അദ്ദേഹം ഉമ്മക്ക് വേണ്ടി അവർ സംഘടിപ്പിച്ച ഒരു വിരിപ്പുണ്ട്. അത് വളരെ പരുക്കൻ വിരിപ്പാണ്. കിടന്നാൽ അതിന്റെ അടയാളങ്ങൾ ശരീരത്തിൽ വീഴും. കൈ അതിൽ അശ്രദ്ധമായി തട്ടിയാൽ കയ്യിൽ കോറലും കീറലും പോറലും വീഴും. അതുകൊണ്ട് അദ്ദേഹം ആ വിരിപ്പ് കൈ കൊണ്ട് ഉരസിയും തന്റെ ശരീരം കൊണ്ട് ഉരസിയും അതിൽ കിടന്നും അങ്ങനെ കിടന്ന് ഇരുന്നും ഒക്കെ ഉരസി അത് മാർദ്ദവമാകും വരെയും ശ്രമിച്ചു എന്നാണ്. അപ്പോൾ അദ്ദേഹം അത്രയും ശ്രമിച്ചപ്പോഴേക്ക് അതിൻ്റെതായ എല്ലാ പരുക്കൻ അവസ്ഥകളും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അത് അദ്ദേഹം സ്വയം സഹിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? തന്റെ ഉമ്മക്ക് നല്ല മാർദ്ദവമുള്ള വിരി, നല്ല മിനുസമുള്ള സ്മൂത്തായ ഒരു വിരിപ്പായിട്ട് ഇത് മാറണം എന്നാണ്. അപ്പോ അങ്ങനെ ഉമ്മാക്ക് കൊടുക്കാൻ വേണ്ടി സംഘടിപ്പിച്ച ഈ വിരിപ്പിന്റെ പരുക്കൻ അവസ്ഥകളെ ശ്രമകരമായ ഒരു പ്രവർത്തനത്തിലൂടെ സ്വന്തം ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങിയിട്ട് ഉമ്മക്ക് ഏറ്റവും സന്തോഷകരമായ അവസ്ഥയിലേക്ക് അത് സംവിധാനിച്ചു കൊടുത്തു എന്നതാണ് ഇദ്ദേഹത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ മാതാപിതാക്കൾക്ക് വേണ്ടി സൗകര്യം ചെയ്യാൻ, ത്യാഗം ചെയ്യുക എന്നത് ഇസ്ലാമിൽ മാതൃകയാണ്. നമ്മൾ പഠിക്കേണ്ട പോയിന്റ് അതാണ്. മാതാപിതാക്കൾക്ക് വേണ്ടി സൗകര്യം ചെയ്യാൻ, ത്യാഗം സഹിക്കാനുള്ള മാനസികാവസ്ഥ നേടാൻ നമുക്ക് സാധിക്കണം എന്നതാണ് ഈ ചരിത്രം, ഈ സലഫു സാലിഹിലെ ഈ മഹാൻ അവരുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും മുന്തിയത് മാതാപിതാക്കൾക്കാവുക. നേരത്തെ നമ്മൾ പറഞ്ഞു, അലീബിന് ഹസൻ റളിയല്ലാഹു തആലയെ കുറിച്ച് പറഞ്ഞപ്പോ ഏറ്റവും നല്ല ഭക്ഷണം മാതാപിതാക്കൾ കിട്ടാൻ വേണ്ടി അദ്ദേഹം കാണിക്കുന്ന ഒരു രീതി പറഞ്ഞു. അതുപോലെ തന്നെ ഏറ്റവും നല്ലത് വസ്ത്രം വാങ്ങുകയാണെങ്കിലും എന്ത് സംഘടിപ്പിക്കുകയാണെങ്കിലും എന്ത് വാങ്ങുകയാണെങ്കിലും ഏറ്റവും മുന്തിയത് മാതാപിതാക്കൾക്കാകാൻ വേണ്ടി ശ്രമിക്കുകയും അതിന് നിർബന്ധം പിടിക്കുന്ന ഒരു മഹാനായിരുന്നു മുഹമ്മദ് ബിൻ സീരീൻ. അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെയാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം വസ്ത്രങ്ങൾ എടുക്കുകയാണ്. അലിയനു സൗബ, ഏറ്റവും മൃദുവായ മാർദ്ദവമുള്ള, മൃദു എന്ന് പറഞ്ഞാൽ നേരിയ അർത്ഥത്തിലല്ല, ആ ക്ലോത്തിന്റെ മൃദുത്വം, അത് ഇടാനുള്ള ഒരു സുഖം, ധരിക്കാനുള്ള ഒരു സുഖം, ആ മൃദുത്വമുള്ള വസ്ത്രം മാതാവിന് വേണ്ടി വാങ്ങുമായിരുന്നു എന്നാണ്. അപ്പോ ആ കാലഘട്ടത്തിൽ പൊതുവെ പരിക്കന വസ്ത്രങ്ങളാണ്. പക്ഷെ തന്റെ മാതാവിന് വേണ്ടി അദ്ദേഹം വാങ്ങുന്നത് ഏറ്റവും മൃദുത്വമുള്ള, അഥവാ ഏറ്റവും വില കൊടുത്ത് ഏറ്റവും നല്ല തുണി കൊണ്ട്, മൃദുലമായ തുണി കൊണ്ട്, നല്ല മാർദ്ദമുള്ള തുണി കൊണ്ട് നിർമ്മിച്ച വസ്ത്രമാണ് വാങ്ങിച്ചു കൊടുക്കുക. എന്നാൽ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, മാതാവിന്റെ അടുക്കലാകുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം ഒരിക്കലും ഉയരുകയേയില്ല. വളരെ ശബ്ദം ഒതുക്കി നിർത്തിയിട്ട് മാതാവിന്റെ ശബ്ദത്തെക്കാൾ ശബ്ദം പുറത്തു വരാത്ത വിധമുള്ള വളരെ വിനയത്തിന്റെ ഒരു അടയാളമായിക്കൊണ്ട് ശബ്ദം ഉയർത്താതെ സംസാരിക്കുമെന്നാണ്. എന്നല്ല, അദ്ദേഹത്തെ മുമ്പ് പരിചയമുള്ള ആരെങ്കിലും തന്റെ മാതാവിന്റെ അടുക്കൽ വെച്ച് അദ്ദേഹത്തെ കണ്ടാൽ ഈ പരിചയക്കാരൻ വിചാരിച്ചു പോകും, അദ്ദേഹത്തിന് എന്തോ രോഗം വന്നത് കൊണ്ട് ശബ്ദമില്ലാതെ പോയതാണ് എന്ന്. ഫലത്തിൽ രോഗമൊന്നും വന്നതല്ല. സാധാരണഗതിയിൽ കോൾഡ് പിടിച്ചാലോ അല്ലെങ്കിൽ മറ്റു കാരണമാണ് ശബ്ദം പോകാം. അപ്പോ ഇദ്ദേഹത്തെ നേരത്തെ പരിചയമുള്ള ഒരാളെ ഇദ്ദേഹത്തെ കാണുന്നു കഴിഞ്ഞാൽ നല്ല ശബ്ദമുള്ള ഒച്ച സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷെ അങ്ങനെ നേരത്തെ ഇദ്ദേഹത്തെ പരിചയമുള്ള ആരെങ്കിലും ഇദ്ദേഹത്തെ ഉമ്മാന്റെ കൂടെ കണ്ട് ആ സമയത്ത് സംസാരിച്ചാൽ നമ്മൾ വിചാരിക്കും ഇദ്ദേഹത്തിന് ശബ്ദം പോയിരിക്കുന്നു, എന്തോ കാര്യമായ പ്രശ്നമുണ്ട്, രോഗത്തിന്റെ കാരണത്താൽ ശബ്ദം പോയിരിക്കുകയാണെന്ന് വിചാരിക്കും. പക്ഷെ ഇദ്ദേഹം ഹിഫ്ദ് കലാമി, ശബ്ദം താഴ്ത്തുകയാണ്, മാതാവിന് മുമ്പിൽ ശബ്ദം ഉയർത്തുകയില്ല എന്ന
അദ്ദേഹത്തിന്റെ ആ ശ്രദ്ധയുടെ സൂക്ഷ്മതയുടെ വശമാണത്, രോഗിയായിട്ടല്ല. അപ്പൊ രോഗിയാണെന്ന് തോന്നും വിധമുള്ള രീതിയിൽ വളരെ ശബ്ദം താഴ്ത്തിയാണ് മാതാവിന് മുമ്പിൽ സംസാരിക്കുകയുള്ളൂ എന്നത് അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവമായിട്ട് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇതുപോലെ തന്നെ മുൻഗാമികളിൽപ്പെട്ട ഒരു മഹാൻ അബ്ദുല്ലാഹിബ്ൻ ഔൻ റഹിമഹുല്ല, അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അന്ന ഉമ്മഹു നാദത്തുഹു, ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഉമ്മ അദ്ദേഹത്തെ വിളിച്ചു. അപ്പൊ അജാബഹ, അപ്പോൾ അദ്ദേഹം ഉത്തരം പറഞ്ഞു. സാധാരണഗതിയിൽ ഉമ്മമാര് വിളിക്കുമ്പോൾ മക്കൾ മറുപടി പറയുമല്ലോ. അപ്പോ അന്നും അദ്ദേഹം എന്തോ ഒരു പരിപാടിയിലോ പ്രവർത്തനം ഏർപ്പെട്ടിരിക്കുക, ഉമ്മ വിളിച്ചു, അദ്ദേഹം സ്വാഭാവികമായിട്ട് മറുപടി പറഞ്ഞു. പക്ഷേ അലാ സൗത്തുഹു, ആ മറുപടിയിൽ അദ്ദേഹത്തിന്റെ ശബ്ദം കുറച്ച് ഉയർന്നു പോയി. സൗത്തഹ, മാതാവിന്റെ ശബ്ദത്തെക്കാൾ, ഉമ്മയുടെ ശബ്ദത്തെക്കാൾ ഇതിന്റെ ശബ്ദം ഉയർന്നു പോയി. അത് ബോധപൂർവം ചെയ്തതല്ല. സ്വാഭാവികമായി ഉമ്മ വിളിച്ച പെട്ടെന്ന് മറുപടി പറഞ്ഞു, വിളി കേട്ടു. വിളി കേട്ടപ്പോ ഉമ്മയുടെ ശബ്ദത്തെക്കാൾ തന്റെ ശബ്ദം ഉയർന്നു പോയി. അങ്ങനെ സംഭവിച്ചു. അദ്ദേഹം ആകെ വിഷമത്തിലായി. അതിന് പകരം അദ്ദേഹം പ്രായശ്ചിത്തമായിക്കൊണ്ട് റുക്കുബത്തൈൻ, 2 അടിമകളെ മോചിപ്പിച്ചു എന്നാണ്. അഥവാ തന്റെ ശബ്ദം തന്റെ ഉമ്മയുടെ ശബ്ദത്തെക്കാൾ അധികമായി പോയതിൽ അദ്ദേഹത്തിന് വലിയ ഖേദമായി പോയി. അഥവാ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അത്രത്തോളം ആ വിഷയം പരിഗണിക്കും. പക്ഷെ യാദൃശ്ചികമായി പെട്ടെന്ന് ഉമ്മ വിളിച്ച മറുപടിയും പറഞ്ഞു. വിളി കേട്ടു. വിളി കേട്ടപ്പോൾ ആ ശബ്ദം കുറച്ച് അധികമായി പോയി തോന്നലുണ്ടായി. അത് വല്ലാത്ത മാനസിക പ്രയാസം ഉണ്ടാക്കി. ആ പ്രയാസം തീർക്കാൻ അദ്ദേഹം 2 അടിമകളെ മോചിപ്പിച്ചുകൊണ്ട് പ്രാശ്ചിത്തം ചെയ്തു എന്നാണ്. അപ്പൊ മാതാപിതാക്കളുടെ കാര്യത്തിൽ അവർക്ക് കൊടുക്കുന്ന പരിഗണന എന്നത് കേവലം ശുശ്രൂഷയോ അവസരങ്ങളോ അവർക്ക് രോഗചികിത്സയോ താമസിക്കാൻ ഇടമോ ബാത്തക്കാറ്റ് സംവിധാനമോ കേവലം ഭക്ഷണമോ എന്നതിനപ്പുറത്ത് അവരോടുള്ള ബന്ധത്തിലും പെരുമാറ്റത്തിലും അവർക്ക് നൽകുന്ന പരിഗണനയിലും എത്രമേൽ അതെല്ലാം ചെന്നു നിൽക്കണം, എത്രത്തോളം അവിടെയെല്ലാം ശ്രദ്ധയുണ്ടാവണം എന്നാണ് ഈ സംഭവങ്ങൾ നമ്മെ ബോധ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ സംഭവങ്ങൾ ഉദ്ധരിക്കേണ്ടി വരുന്നതും. കാരണം ചില വിഷയങ്ങളുടെ അതിരുകൾ മനസ്സിലാക്കാൻ ഇത്തരം ചില മാതൃകൾ നമ്മെ സഹായിക്കും. ഒരു ഉത്ബോധനത്തിലോ വർത്തമാനത്തിലോ ഒരു ആയത്തിന്റെ അർത്ഥം വിശദീകരിച്ചുള്ള വർത്തമാനത്തിലോ നമുക്ക് എത്തിപ്പെടാൻ കഴിയുന്ന ആ വിഷയത്തിന്റെ പരിധി അല്ലെങ്കിൽ അതിന്റെ റീച്ചും റേഞ്ചും അത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ ഇത്തരം മാതൃകകളും ഉദാഹരണങ്ങളും കാരണമാകുമെന്നത് കൊണ്ടാണ് മുഹമ്മദ് ബിൻ സീരീൻ റഹിമഹുല്ലയുടെ ഈ സംഭവം മുമ്പിൽ വെച്ചത്. അതുപോലെ തന്നെ രോഗാവസ്ഥയിലെ പരിചരണം വേറെ ആരോ ചെയ്തു കൊടുത്താൽ മതി, നമ്മൾ അതിന് സൗകര്യം ചെയ്തു കൊടുത്താൽ മതി എന്നത് നമ്മുടെ ഒരു തോന്നലാണ്. അത് ഇസ്ലാം നിരാകരിച്ച ഒരു തോന്നലാണ്. സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ തന്നെ ആയിരിക്കണം നമ്മളത് കൂടെ ഉണ്ടാകുന്നതിലാണ് അവർക്ക് സന്തോഷം ഉണ്ടാവുക. നമ്മൾ അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുന്നതിലാണ് അവർക്കും നമുക്കും സന്തോഷം ഉണ്ടാവുക. അങ്ങനെയാണ് സന്തോഷം ഉണ്ടാവേണ്ടത്. നമുക്കതിന് പുണ്യവുമുണ്ട്, അവർക്കതിൽ വലിയ ആശ്വാസവുമുണ്ട്. അവിടെ രോഗാവസ്ഥയിൽ അവർക്ക് ഒരുപാട് സമാധാനമായി കിട്ടും. നമ്മുടെ പരിചരണവും ശ്രദ്ധയും സാമീപ്യവും എന്ന കാര്യം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ആ വശത്ത് തന്നെയാണ് ഊന്നേണ്ടത്. ഇവിടെ ഒരു ഉദാഹരണം പറയുന്നത് സഅദ് ബിൻ ആമിർ റഹിമഹുല്ലയെ കുറിച്ചാണ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ഉമ്മക്ക് രോഗം വന്നു. അപ്പോ 2 പേരുണ്ട് മക്കൾ, ആമിറും ഉമറും 2 പേരും ഉണ്ട്. അപ്പോ ഈ സയ്യിദ് എന്ന് പറയുന്ന മകൻ, സയ്യിദ് ബിൻ ആമിർ എന്ന് പറയുന്ന മകൻ ഉമ്മയുടെ കാല് തടവി കൊടുത്തും വിരിപ്പ് ശരിയാക്കി കൊടുത്തും അങ്ങനെ ശരീരത്തിലൊക്കെ ഇങ്ങനെ തടവി കൊടുത്ത് ഉമ്മാന്റെ കൂടെ തന്നെ നിൽക്കുകയാണ് രാത്രിയിൽ, രോഗബാധിതയായ ഉമ്മാന്റെ കൂടെ. എന്നാൽ സഹോദരൻ ഉമറുണ്ട്, ഇദ്ദേഹത്തിന്റെ സഹോദരൻ ഉമറുണ്ട്, ഉമ്മാന്റെ തന്നെ മകൻ. അദ്ദേഹം ആവട്ടെ ഉമ്മാന്റെ കൂടെ തന്നെ ഉണ്ട്. പക്ഷെ അദ്ദേഹം രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. അതൊരു നല്ല കാര്യം തന്നെ, ഇബാദത്ത് തന്നെയാണ്. അപ്പൊ ഉമ്മാന്റെ കൂടെ അദ്ദേഹം 2 പേരും ഉമ്മാന്റെ കൂടെ ഉണ്ട്. ഒരാൾ രാത്രിയുടെ ആ വേളയെ തഹജ്ജുദ് നമസ്കാരത്തിന് ഉപയോഗിക്കുന്നു, രാത്രി നമസ്കാരത്തിന് ഉപയോഗിക്കുന്നു. മറ്റേയാൾ അപ്പോഴും ഉമ്മാന്റെ കൂടെ തന്നെ ചെലവഴിക്കും. ഇതിനെക്കുറിച്ച് സയ്യിദ് ബിൻ ആമിർ റഹിമഹുല്ല പറഞ്ഞ വർത്തമാനം ഇങ്ങനെയാണ്: ബാത്ത അഖി ഉമർ യുസല്ലി, ഉമ്മാന്റെ കൂടെ ആയിരിക്കെ ഈ അവസ്ഥയിൽ ഞങ്ങൾ 2 പേരുമായിരിക്കെ എന്റെ സഹോദരൻ ഉമർ യുസല്ലി, അദ്ദേഹം നമസ്കരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനോ വബിത്തു, ഞാൻ രാത്രി കഴിച്ചു കൂട്ടിയത് അഴമസു കദമ ഉമ്മി, എന്റെ ഉമ്മാന്റെ കാല് തടവി കൊടുത്തുകൊണ്ട്, ഞാൻ ഉമ്മാന്റെ കാല് തടവി ഉമ്മാനെ പരിചരിച്ച് ഉമ്മാക്ക് ആശ്വാസം കൊടുത്തുകൊണ്ട് ഉമ്മാന്റെ കൂടെ രാത്രി അങ്ങനെ കഴിച്ചു കൂട്ടി. എന്റെ സഹോദരൻ രാത്രി തഹജ്ജുദ് നമസ്കരിച്ച് നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇദ്ദേഹം വന്നു വമാ അഹബ്ബു അന്ന ലൈലത്തി ബിലൈലത്തി, പക്ഷെ എന്റെ രാത്രി അവന്റെ രാത്രിയേക്കാൾ എത്രയോ നല്ല രാത്രിയല്ലേ എന്ന്. അഥവാ എന്റെ ഉമ്മാന്റെ കൂടെ ഉമ്മാനെ പരിചരിച്ച് ഉമ്മാക്ക് ആശ്വാസം നൽകി ഉമ്മാന്റെ ഉറക്കം ശരിയാകും വിധം ഉമ്മാക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഞാൻ അങ്ങനെ രാത്രി ഉമ്മാന്റെ കൂടെ കഴിച്ചു കൂട്ടി. സഹോദരനാവട്ടെ അദ്ദേഹം രാത്രി നിസ്കരിച്ചുകൊണ്ടും ചെലവഴിച്ചു. സഹോദരൻ വിചാരിച്ചിട്ടുണ്ടാവും ഉമ്മാന്റെ കൂടെ ഒരാളുടെ ബാക്കി ഞാൻ നിസ്കരിക്കട്ടെ വിചാരിച്ചു. 2 പേരും ഉണർന്നിരിക്കുന്നതാണ്.
പക്ഷെ ഇദ്ദേഹം പറയുന്നത് എന്റെ സഹോദരന്റെ രാത്രിയേക്കാൾ ഏറ്റവും അക്സനായ രാത്രി എന്റെ രാത്രി, കാരണം എനിക്ക് ഏറ്റവും പുണ്യം കിട്ടും അത് മുഖേന. ഞാൻ എന്റെ ഉമ്മാന്റെ കൂടെ രോഗാവസ്ഥയിൽ ഉമ്മാർക്ക് പരിചരണം ചെയ്തുകൊണ്ട് തന്നെ കൂടെ ഇരിക്കുകയായിരുന്നു എന്ന് അദ്ദേഹം അതിനെക്കുറിച്ച് തന്റെ അഭിപ്രായം പ്രകടനം നടത്തി എന്നുള്ളതാണ്. അപ്പൊ സന്തോഷകരമായ അനുഭവമാണ്. ഉമ്മമാരെ, മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക എന്നത് ആരെയോ ഏൽപ്പിച്ച് ചെയ്യുക എന്നതിനപ്പുറത്ത് നമ്മൾ തന്നെ ചെയ്യുക എന്നതും, അങ്ങനെ അവർക്ക് വേണ്ടി ശുശ്രൂഷയുമായി അവർക്ക് വളരെ നമ്മുടെ ആശ്വാസവും സാന്ത്വനവും ആവശ്യമുള്ള ഘട്ടങ്ങളിൽ അവിടെ കൂടെ തന്നെയാവുക എന്നതും, ആ സമയത്ത് രാത്രി നമസ്കാരത്തിന് വേണ്ടി അതിൽ ഏർപ്പെട്ട് നിൽക്കുന്നതിനേക്കാൾ ഏറ്റവും ഫലവത്തായിട്ടുള്ളത്, ഏറ്റവും പുണ്യകരമായിട്ടുള്ളത് ആ നിമിഷങ്ങൾ ഉമ്മാന്റെ കൂടെ തന്നെ അല്ലെങ്കിൽ മാതാപിതാക്കളെ കൂടെ തന്നെ നിന്നുകൊണ്ട് അവരെ പരിചരിക്കലാണ് എന്നും അതിൽ സന്തോഷം കണ്ടെത്തുകയാണ് ഞാൻ എന്നുമുള്ള ആ പ്രതികരണം അല്ലെങ്കിൽ ആ അഭിപ്രായം നമുക്ക് വലിയ വെളിച്ചമാണ് നൽകുന്നത്. അത്ര പുണ്യമുണ്ട് അതിന് എന്നുള്ളതാണ്. ഒരാള് രാത്രി, ഒരു സഹോദരൻ, 2 സഹോദരന്മാരും ഉമ്മാക്ക് വേണ്ടി ഉറക്കുളക്കാണ്. അപ്പൊ ഒരാള് മറ്റേയാള് ഉമ്മാന്റെ കൂടെ കാല് തടവിയും തിരുമ്മി കൊടുത്തു, ഉമ്മാക്ക് ആശ്വാസം കൊടുത്തും വെള്ളം കൊടുത്തു, ഉമ്മാനെ എങ്ങനെ ആശ്വസിപ്പിച്ചും നല്ല വർത്തമാനമൊക്കെ പറഞ്ഞു കൊടുത്തും, ഉറക്കമാണെങ്കിൽ ഉറക്കത്തിന് ഭംഗം വരാത്ത ശ്രദ്ധ കൊടുത്തുകൊണ്ടും കൂടെ ഇരിക്കുന്നു. മറ്റേയാൾ ആ സമയം രാത്രി നമസ്കാരത്തിൽ ഏർപ്പെടുന്നു. അപ്പൊ രാത്രി നമസ്കാരം വലിയ പുണ്യമുള്ള കാര്യമാണ്, അതൊരു കുറ്റമൊന്നുമല്ല. പക്ഷേ രാത്രി നമസ്കരിക്കുന്ന സഹോദരൻ ഉമറിനേക്കാൾ എന്റെ രാത്രിയാണ് ഏറ്റവും നല്ല രാത്രി എന്നാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം. കാരണം ഞാൻ എന്റെ ഉമ്മാന്റെ കൂടെ ഉമ്മാക്ക് വേണ്ടിയാണ് ആ സമയം അത്രയും ചെലവഴിക്കുന്നത് എന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം, മാതാപിതാക്കൾ വിഷമിക്കുന്ന അവസ്ഥ, അഥവാ മറ്റു ഭൗതിക പ്രയാസങ്ങൾ കൊണ്ടല്ല, മക്കളായ നമുക്കൊരു പ്രയാസം വന്നാൽ നമ്മുടെ മാതാപിതാക്കൾ വേദനിക്കും. അങ്ങനെയാണ്, അവരുടെ മനസ്സ് വേദനിച്ചുകൊണ്ടിരിക്കുമല്ലോ. സാധാരണ ഇതിലൊരു കഥ പറഞ്ഞു കേട്ടിട്ടില്ലേ നമ്മള്? ഉമ്മ മരിച്ചിട്ട് ഉമ്മാന്റെ മയ്യത്തും കൊണ്ട് മക്ബറയിലേക്ക് അങ്ങനെ കട്ടിൽ ഏറ്റിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ അവസ്ഥയിൽ പോലും ഈ മയ്യത്ത് കട്ടിൽ ഏറ്റിക്കൊണ്ടുപോകുന്ന മകൻ കല്ലിൽ കാല് വെച്ച് കുത്തിയാൽ ഉമ്മാന്റെ ഹൃദയം ഞെട്ടുന്ന. കാരണം ഉമ്മ അങ്ങനെയാണ്, അത് ഉമ്മാന്റെ മനസ്സിനെ കുറിച്ച് പറയാനാ. അപ്പോ മക്കൾക്ക് വരുന്ന ഏത് വിഷമവും മാതാപിതാക്കളെ വല്ലാതെ ബാധിക്കും. ഒരു ചരിത്രം ഇങ്ങനെ പറയപ്പെടുന്നുണ്ട്. തിരുനബിയുടെ കാലഘട്ടത്തിൽ, സ്വല്ലല്ലാഹു കാലഘട്ടത്തിൽ ഒരു സഹാബി ഓടി വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, ഇന്നാലിന്ന സഹാബിക്ക് മരണമാസന്നമായിരിക്കുന്നു, പക്ഷെ അദ്ദേഹത്തിന് കലിമ ചൊല്ലാൻ പറ്റുന്നില്ല. കലിമ ചൊല്ലിയിട്ട് വേണമല്ലോ മരിക്കാൻ, കലിമ ചൊല്ലാൻ പറ്റുന്നില്ല. അപ്പൊ റസൂലുള്ളാഹി ഈ വിഷയം കേട്ടിട്ട് ഉടനെ ചോദിച്ച ചോദ്യം അദ്ദേഹത്തിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ്. അപ്പൊ ഈ വന്ന സഹാബി പറഞ്ഞു, അതേ റസൂലെ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അവർ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്, അവർ തമ്മിലുള്ള ബന്ധത്തിന്റെ ഇരിപ്പ് വശം എങ്ങനെയാണെന്നാണ് ചോദ്യം. അപ്പോൾ ഈ സഹാബി അത്ര നല്ല സുഖകരമായ ബന്ധത്തിലായിരുന്നില്ല, ഉമ്മ ഇഞ്ഞിടത്താണുള്ളത് എന്ന രീതിയിൽ പ്രതികരിച്ചു എന്നാണ് ആ ചരിത്രം കേൾക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുക. അപ്പോ റസൂലുള്ളാഹി പറഞ്ഞത്ര സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നെ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോകും, ഉമ്മാടെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോകൂ എന്നാണ്. അങ്ങനെ ഈ വന്ന സഹാബി തിരുനബിയെയും കൂട്ടി ഉമ്മാന്റെ അടുക്കലേക്ക് പോയി എന്നുള്ളതാണ്. റസൂലുള്ളാഹി അപ്പോ ഈ മരണാസന്നായ സഹാബിയുടെ അടുത്തേക്കല്ല പോയത്, ഉമ്മാന്റെ അടുക്കലേക്കാ. ആ ചരിത്രം പറഞ്ഞു കേട്ട അറിവ് എനിക്കുള്ളൂ. അതിങ്ങനെയാണ്, ഉമ്മാനെ ഒന്ന് പ്രകോപിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി സംസാരിച്ചത്രേ, നിങ്ങളുടെ മകൻ കലിമ ചൊല്ലാൻ കഴിയാതെ അഥവാ ഈമാൻ കിട്ടാതെ മരിക്കട്ടെ എന്ന രീതിയിൽ പ്രതികരിച്ചു എന്നാ. അത് ഉമ്മാക്ക് സഹിക്കൂ? മകൻ എന്തെല്ലാം അന്യായം കാണിച്ചിട്ട് അതിന്റെ പേരിൽ ഉമ്മയും മകനും വേറെ വേറെ ആണെങ്കിൽ പോലും ഈ ഒരു വർത്താനം കേട്ട ഉമ്മ സഹിക്കുമല്ലോ. ഉമ്മ ഉടനെ കരഞ്ഞുകൊണ്ട് ഞാൻ മകന് പുറത്തു കൊടുത്തിരിക്കുന്നു, എന്റെ മകനോട് എനിക്കൊരു വിഷമമല്ല, ഞാൻ അവനോട് ഏറെ പൊരുത്തം കൊടുത്തവനാണെന്നൊരു ഉമ്മ കരയാൻ തുടങ്ങിയതാ. അങ്ങനെ റസൂലുള്ളാഹി തിരിച്ച് ഈ ഉമ്മാന്റെ അടുക്കൽ നിന്ന് തിരിച്ച് പള്ളിയിലേക്ക് എത്തിയപ്പോഴേക്ക് അടുത്ത ആള് വന്ന് പറഞ്ഞ, റസൂലെ, അദ്ദേഹം കലിമ ചൊല്ലി മരിച്ചുട്ടോ എന്നാണ്. അപ്പൊ ഇതൊരു വലിയ ഗുണപാഠമുള്ള സംഭവമാണ്. ആ സംഭവത്തിന്റെ അടിസ്ഥാനവും കാര്യമൊക്കെ പരതി മുന്നോട്ട് പോകുന്നതിനേക്കാൾ അപ്പുറം ആ ഗുണപാഠത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ മാതാക്കളുടെ മനസ്സ് അങ്ങനെയാണ്, മക്കൾ വിഷമിക്കുന്നവരെ ആഗ്രഹിക്കുകയില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാതാക്കളുടെ ഈ മനസ്സ് അറിയുന്ന ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ, അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നത് നമുക്ക് അബൂ ഹനീഫ റഹിമഹുല്ലയുടെ ചരിത്രം പഠിക്കാം. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല, അദ്ദേഹത്തിന്റെ ജീവചരിത്രം പഠിച്ചാൽ അദ്ദേഹം ഒരുപാട് തവണ ജയിലിൽ കിടന്ന ഒരാളാണ്. ജയിലിൽ പോയി കിടക്കുന്നത് ഭരിക്കുന്ന ഭരണാധികാരിക്ക് അനുകൂലമായി ഫത്വ കൊടുക്കാൻ നിർബന്ധിച്ചിട്ടും കൊടുക്കാത്തതിന്റെ പേരിൽ ജയിലിൽ അടക്കപ്പെട്ടതാ. പണ്ഡിതന്മാർ അങ്ങനെയാണ് ആവേണ്ടത് എന്ന് കൂടി വലിയ പാട് അതിലുണ്ട്. ഭരണകൂടത്തിന്റെ കൂടെ നിന്ന് അവർക്ക് ഓശാന പാടി, അവർക്ക് ഒപ്പിച്ച്, അവർക്ക് ഇഷ്ടമുള്ള ഫത്വ കൊടുത്ത് അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി വർത്തമാനം പറഞ്ഞ് അങ്ങനെ പാമര ജനങ്ങളെ അവർക്ക് അനുകൂലമാക്കി മാറ്റിയെടുത്തുകൊണ്ട് അത് മുഖേന ഭരണകൂടത്തിന്റെ ഔദാര്യം പറ്റി ജീവിക്കുന്ന രീതിയല്ല ഇസ്ലാമിലെ പണ്ഡിതന്മാരുടെ രീതികൾ.
നമ്മുടെ ബഹുമാന്യരായ ഇമാമിങ്ങളെ കുറിച്ച് പഠിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അവർ വീട്ടിൽ കുടുംബത്തിന്റെ കൂടെ ജീവിച്ചതിനേക്കാൾ കൂടുതൽ കാലം ജയിലിനകത്താണ് ജീവിച്ചിട്ടുള്ളത്. അതിലൊരു നല്ല മാതൃകയാണ് ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല. അദ്ദേഹം ആ കാലഘട്ടത്തിലെ ഭരണാധികാരിയുടെ താല്പര്യത്തിനനുസരിച്ച് വിധി കൊടുക്കാൻ തയ്യാറായില്ല. അങ്ങനെ അവസാനം അദ്ദേഹത്തിന് നേരെ കള്ള ആരോപണങ്ങളും കുറ്റങ്ങളും ചുമത്തിട്ട് ജയിലിൽ അടച്ചു. ജയിലിൽ അടക്കപ്പെട്ട അവസ്ഥയിലും അദ്ദേഹത്തെ വെറുതെ വിട്ടില്ല. അദ്ദേഹത്തിന് ഭരണാധികാരിക്കും ഭരണാധികാരിയുടെ നിലപാടിനും അനുകൂലമായി വിധി പറയാൻ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. നിർബന്ധിക്കാൻ കേവലം വാക്കുകൊണ്ടല്ല, മർദ്ദിച്ചുകൊണ്ടിരുന്നു, അടിച്ചുകൊണ്ടിരുന്നു. അടി കൊണ്ടിട്ട് ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല പലപ്പോഴും ഉറക്കെ പൊട്ടിക്കരഞ്ഞു എന്നുള്ളതാ. അപ്പോൾ അത്രമേൽ ഭേദം ചെയ്തു. ക്ഷമയുടെ അങ്ങേയറ്റം സാധ്യമാകുന്ന മഹാപണ്ഡിതന്മാരാണ് ഇവരെന്ന് മനസ്സിലാക്കണം. അത്തരം മനുഷ്യരും അവർ പച്ചയായ മനുഷ്യരാണ്. നിരന്തരമായ മർദ്ദന പീഡനങ്ങൾക്ക് ഒടുവിൽ അവർക്കും ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അങ്ങനെ അടികൊണ്ട് പലപ്പോഴും അദ്ദേഹം കരയുമായിരുന്നു. അദ്ദേഹം ഉറക്കെ കരയും വിധം അദ്ദേഹത്തെ അവർ മർദ്ദിച്ചിരുന്നു. അങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ ജയിലിൽ അടക്കപ്പെട്ടു. പിന്നെ കുറേ ദിവസം കഴിയുമ്പോൾ തുറന്നു വിടും. അങ്ങനെ ജയിലിൽ നിന്ന് പുറത്ത് വന്നപ്പോ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അദ്ദേഹം പറഞ്ഞത് ഫലമ്മ അത്തുലക്ക, അദ്ദേഹം സ്വതന്ത്രനായി പുറത്തു വന്നപ്പോ അദ്ദേഹം പറഞ്ഞു, കാന ഗമ്മു വാലിദത്തി അശദ്ദു അലയ്യ മിനൽ ദർബ്, ഞാൻ ജയിലിൽ വെച്ച് ഈ ഭരണകൂടത്തിന്റെ പിണയാളുകൾ എന്നെ അടിച്ചപ്പോൾ ആ അടിയേക്കാൾ എനിക്ക് വേദന ഉണ്ടാക്കിയത് ഗമ്മു വാലിദത്തി, എന്റെ ഉമ്മ എത്രമേൽ വേദനിക്കുന്നുണ്ടാവും എന്ന ചിന്തയായിരുന്നതാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അടികൊണ്ട് മഹാനായ ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല വാവിട്ട് കരഞ്ഞിട്ടുണ്ട്. അത്രമേൽ വേദനിപ്പിക്കുന്ന ശിക്ഷയാണ് അദ്ദേഹം സ്വീകരിക്കേണ്ടി വന്നത്. പക്ഷെ അദ്ദേഹം അപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സ് വേദനിക്കുന്നത് ആ അടിയുടെ വേദനയേക്കാൾ ഉപരി ഇതെല്ലാം അറിയുമ്പോൾ എൻ്റെ ഉമ്മാക്ക് വേദനിക്കൂലോ എന്നുള്ളതാണ്. അപ്പൊ ഉമ്മമാരുടെ മാതാപിതാക്കളുടെ മനസ്സിന്റെ വേദനയെ ഉൾക്കൊള്ളാൻ കഴിയുന്ന മാനസികാവസ്ഥയിലേക്ക് നമ്മൾ വളരുമ്പോഴാണ് വബിൽ വാലിദൈനി ഇഹ്സാന സാധ്യമാവുക. ഇതൊക്കെ ഓരോ പോയിന്റുകളാണ്. ഈ ആയത്തിന്റെ വബിൽ വാലിദൈനി ഇഹ്സാന എന്ന ആയത്തിന്റെ വാചാലമായ വിശദീകരണം ഉൾക്കൊള്ളുന്ന പോയിന്റുകളാണ്. ഈ ഓരോ സംഭവങ്ങളും ഓരോ വലിയ പാഠങ്ങളാണ്. ആ പാഠങ്ങൾ നൽകുന്ന അനുഭവ സാക്ഷ്യങ്ങളെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കാൻ ശ്രമിക്കേണ്ടത്. അപ്പൊ എൻ്റെ ഉമ്മ, ഞാൻ അനുഭവിക്കുന്ന ഈ പ്രയാസം കാരണം എൻ്റെ ഉമ്മ വേദനിക്കുമല്ലോ എന്ന ചിന്തയായിരുന്നു അബൂ ഹനീഫ റഹിമഹുല്ല ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചതെന്ന് അദ്ദേഹം പറയുകയാണ്. ജയിലിൽ അടക്കപ്പെട്ടതിലോ മർദ്ദിക്കപ്പെട്ടതിലോ അടികൊണ്ട് സഹിക്കാൻ കരഞ്ഞാലും എനിക്ക് പ്രശ്നമല്ല, പക്ഷെ ഇതൊക്കെ അറിയുമ്പോൾ എൻ്റെ ഉമ്മ വേദനിക്കൂല എന്നായിരുന്നു എൻ്റെ പ്രശ്നം എന്നാണ്. അങ്ങനെ ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടാണ്. നമ്മുടെ മാതാപിതാക്കള് ദുഃഖിക്കാൻ ഇടവരരുത്. അവർക്ക് പ്രയാസം ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ മുഖേന അവർക്കൊരു വിഷമം ഉണ്ടാകാൻ പാടില്ലെന്ന് മാത്രമല്ല, നമ്മൾ അനുഭവിക്കുന്ന മറ്റു ആളുകളുടെ പ്രയാസങ്ങൾ നമ്മളെ മാതാപിതാക്കളെ വേദനിപ്പിക്കുമല്ലോ എന്ന് ഓർത്ത് വേദനിക്കാൻ കഴിയുന്ന മനസ്സുകൂടി നമുക്കുണ്ടാവണം എന്നതാണ്. ആ ഒരു മാനസികാവസ്ഥ ഉണ്ടായി വരുന്നിടത്താണ് ഈ വബിൽ വാലിദൈനി ഇഹ്സാന സാധ്യമാവുകയുള്ളൂ എന്നാണ് ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലയുടെ പ്രതികരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി മറ്റൊരു വശം, മാതാപിതാക്കൾക്ക് പുണ്യം കിട്ടാൻ വേണ്ടി നമ്മൾ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുക. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നമ്മൾ പല സേവനങ്ങളും ചെയ്യുന്നവരാണ്. പക്ഷെ അപ്പോഴും നമുക്ക് ഈ നിയത്ത് അധികം ഉണ്ടാവണമെന്നില്ല. സാധാരണഗതിയിൽ ഹജ്ജിന് പോയാൽ ഉംറ ചെയ്യാറുണ്ട്. കുറെ ഉംറ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ആ സമയത്ത് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ഉംറയൊക്കെ ചെയ്യും. അതൊരു പുണ്യമുള്ള കാര്യം തന്നെയാണ്, ഞാൻ അതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നു. പക്ഷെ അങ്ങനെ ഒരു സംഗതിക്ക് അപ്പുറത്ത് മാതാപിതാക്കൾക്ക് വേണ്ടി പൊതുസമൂഹത്തിന് സേവനം ചെയ്തുകൊണ്ട് അതിന്റെ പുണ്യം അവർക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ആരെങ്കിലും ശ്രദ്ധ വെക്കാറുണ്ടോ? ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടാവും. ഇത്ര സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് മാതാവിന് വേണ്ടി, ഇത്ര യാസീൻ ഓതിയിട്ട് പിതാവിന് വേണ്ടി എന്നൊക്കെ രീതി നമുക്കിടയിലുണ്ട്. അതിന്റെ ശരീരത്തിനെ കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. അത് പഠിക്കേണ്ടുന്നൊരു വിഷയം തന്നെയാണ്. അത് വേറെ തന്നെ ചർച്ച ആവശ്യമുള്ള കാര്യവുമാണ്. പക്ഷെ അതുപോലും നമ്മളിങ്ങനെ ഇരുന്ന് ഓതി ആ ഓത്തിന്റെ പുണ്യം അവിടേക്ക് എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നതിനപ്പുറത്ത് നമ്മൾ സമൂഹത്തിലിറങ്ങി, പൊതുജനങ്ങളിലേക്ക് ഇറങ്ങി, നമ്മുടെ അപ്പുറം ഇപ്പുറം ജീവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വഴികളിലൂടെ സേവനത്തിന്റെ വഴികൾ പ്രാവർത്തികമാക്കിക്കൊണ്ട്, സേവനത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അതിന്റെ പുണ്യം എൻ്റെ ഉപ്പാക്കിയിരിക്കട്ടെ, എൻ്റെ ഉമ്മാക്കിയിരിക്കട്ടെ എന്ന് നീയത്ത് വെക്കാൻ കഴിയുന്ന മാനസികാവസ്ഥയുണ്ടോ എന്ന് ചിന്തിക്കുക. എങ്കിലും ഒരു സംഭവം കേൾക്കുക. കാരണം റബീബിന് ഹുസൈൻ റഹിമഹുല്ലയുടെ രീതി എങ്ങനെയെന്ന് വെച്ചാൽ യുമീത്തുൽ അദാ അനി ത്വരീഖ്, അദ്ദേഹം വഴിയിലെ ഉപദ്രവങ്ങൾ നീക്കുന്ന പ്രവർത്തനം ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്കിത് പറഞ്ഞാൽ ഇപ്പൊ മനസ്സിലാവുമെന്നറിയില്ല. ഈമാനിനെ കുറിച്ച് പഠിപ്പിച്ചൊരു ഹദീസ് ഉണ്ട്. അൽ ഈമാനു ബിദ്ഉൻ വസബഊന ശുഅബ, ഈമാൻ 70 ചില്ലാനം ശാഖകളാണ്.
ഹദീസാണ്, റസൂലുള്ളാഹി പഠിപ്പിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. അഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശവാക്യമാണ്. വ അദ്നാഹാ ഇമാതത്തുൽ അദാ അനി തരീഖ്, അതിൽ ഏറ്റവും താഴെ നിൽക്കുന്നത് വഴിയിലെ ഉപദ്രവങ്ങൾ നീക്കം ചെയ്യലാണ്. അപ്പോൾ ഈമാന്റെ ഭാഗമാണ് വഴിയിലെ തടസ്സങ്ങൾ നീക്കൽ, കല്ലും മുള്ളും മാറ്റിയിടൽ, കുണ്ടും കുഴിയും നിരപ്പാക്കി കളയൽ, അവിടെ വീണ് മരിച്ച മൃതശരീരങ്ങൾ അഥവാ ജന്തുക്കളുടെ ശരീരങ്ങൾ മാറ്റിക്കളയൽ, വഴി തടസ്സം നീക്കൽ. അങ്ങനെ എന്താണോ ഒരു കാലഘട്ടത്തിന്റെ വഴിയുടെ പ്രശ്നങ്ങൾ, അതനുസരിച്ചുള്ള പ്രശ്നങ്ങൾ തന്നെ. വണ്ടി കൊണ്ടുപോയി സൈഡിൽ പാർക്ക് ചെയ്യാതെ നമ്മുടെ സൗകര്യത്തെ എവിടെയോ നിർത്തിയും ഇട്ടിട്ടുമൊക്കെ ആളുകളെ ഉപദ്രവിക്കൽ ഉൾപ്പെടെ, അതും സൗകര്യം കൊടുക്കാൻ മാത്രമാണ് മെനക്കെടണം. നമ്മുടെ റോഡ് അങ്ങനെയാണ്, വഴി ഇങ്ങനെയാണ്, കടയുടെ മുമ്പിൽ നിർത്താതെ മാർഗങ്ങളൊക്കെ ശരിയായിരിക്കാം. പക്ഷേ ഉപദ്രവങ്ങൾ നീക്കി വഴി സുഖമാക്കി കൊടുക്കുക എന്നത് ഓരോ കാലഘട്ടത്തിലും വഴിയുടെ സഞ്ചാരത്തിന്റെ ഗതാഗത സംവിധാനങ്ങളൊക്കെ ഭാഗമായിട്ട് അർത്ഥവും വിശാലതയും ഒക്കെ വരാവുന്ന, അതിന്റെ രീതി വ്യത്യസ്തമാകാവുന്ന ഒരു സംഗതിയാണ്. അത് ഒരു വസ്തുതയായിരിക്കെ തന്നെ ആ കാലഘട്ടത്തിൽ സഞ്ചാരയോഗ്യമായ വഴികൾ വലിയ പ്രശ്നമാണ്. അപ്പൊ വഴിയിൽ തടസ്സങ്ങൾ വരും. ചിലപ്പോൾ ശക്തമായ കാറ്റ് മണലിനെ കൊണ്ടുവന്ന് വഴി മൂടിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ കാറ്റിലും മഴയിലുമൊക്കെ പാറക്കൂട്ടങ്ങൾ ഇറങ്ങി വഴി തടസ്സപ്പെടുത്തിയിട്ടുണ്ടാവും. ഇന്നത്തെ പോലെ വിളിച്ചു പറഞ്ഞിട്ട് വണ്ടി വന്ന് നീക്കുന്ന സംവിധാനം ഒന്നും ഉണ്ടാവില്ല. ഇത്രത്തോളം ജനബാഹുല്യമോ അല്ലെങ്കിൽ ഇത്രത്തോളം റോഡ് ജനനിബിഡമോ ആകുന്ന അവസ്ഥയും അന്നില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നടക്കുന്നത്. നമ്മുടെ കാലഘട്ടത്തിൽ അതിന്റെയൊക്കെ മുഖവും രൂപമൊക്കെ മാറും. പക്ഷെ സാധ്യതകൾ ധാരാളമുണ്ട്. ഇന്നും വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കൽ ധാരാളം സാധ്യതയുള്ള ഒരു വിഷയമാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ പണി, ഇദ്ദേഹം കാണ റബീബിന് ഹുസൈൻ യുമീത്തുൽ അദാനി തരീഖ്, അദ്ദേഹം വഴിയിലുള്ള ഉപദ്രവങ്ങൾ നീക്കിക്കൊണ്ടേയിരിക്കും, നിരന്തരമായിട്ട് ആ ശ്രമം നടത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ, ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ അദ്ദേഹം പറയും, വയഖൂലു ഹാദാലി ഉമ്മി, ഇതെന്റെ ഉമ്മാക്ക് വേണ്ടിയാണ്, വഹാദാലി അബി, ഇതെന്റെ വാപ്പാക്ക് വേണ്ടിയാണ്. ഉമ്മക്കും ഉപ്പക്കും വേണ്ടിയാണ് ഇതിന്റെ പുണ്യം. അത് മാതാപിതാക്കൾക്ക് പുണ്യം കിട്ടാൻ നിയത്താക്കിക്കൊണ്ട് മക്കൾ ജനസേവന പ്രവർത്തന രംഗത്ത് ഇറങ്ങുക എന്നുള്ളതാണ്. അത് ചിന്തിക്കാവുന്ന വലിയൊരു വസ്തുതയാണ്, ഒരുപാട് സാധ്യതയാണ്. അപ്പോ കേവലം ഓതിയും ദിക്റ് ചൊല്ലിയും സൂറത്ത് ഓതിയിട്ടും അതിന്റെ പുണ്യം മാതാപിതാക്കൾ ഇരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന മക്കൾ അവിടെ നിന്ന് കുറച്ച് താഴേക്ക് ഇറങ്ങി വന്നാൽ ഈ മാതൃകയല്ല അവിടെ കാണുന്നത്. നമ്മുടെ മുൻഗാമികൾ ഇങ്ങനെ ഇരുന്ന് ഞാൻ 10 യാസീനതി ഉമ്മാക്ക് വേണ്ടി എന്ന് അവർ പറഞ്ഞു കേട്ടിട്ടില്ല എവിടെയും. ഞാൻ അതിനെ കുറ്റപ്പെടുത്താനോ വിമർശിക്കാനോ അല്ല, ഒരു തിരിച്ചറിവിന് വേണ്ടിയാണ്. ഉമ്മാക്ക് വേണ്ടി ഒരു ഖത്മ് തീർത്തു എന്നോ ഉപ്പാക്ക് വേണ്ടി 4 ഫാത്തി ഓതി എന്ന് അവരാരും പറഞ്ഞു കേട്ടില്ല. മറിച്ച് അവർ രംഗത്തിറങ്ങി പൈസ മുടക്കി സദക്കാ ചെയ്തും പണം മുടക്കിയിട്ട് സേവന പ്രവർത്തനങ്ങൾ ചെയ്തും ശരീരം ചെലവഴിച്ചുകൊണ്ട് സേവനം ചെയ്തും അതിന്റെ പുണ്യം ഉമ്മാക്കും ഉപ്പാക്കും നിയത്താക്കുന്നവരാണ്. അങ്ങനെ ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടാവുകയാണെങ്കിൽ അത് വബിൽ വാലിദിനി ഇഹ്സാനയാണ്. ഇനി ഒരു സംഭവം കൂടി പറഞ്ഞ് ഈ വിഷയം അവസാനിപ്പിക്കാം. അത് നേരത്തെ പറഞ്ഞ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ എഴുതപ്പെട്ടിടത്ത് ഒരു മഹാനവറുകളുടെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഉമ്മ മരിച്ചപ്പോൾ അദ്ദേഹം ഭയങ്കര കരച്ചില് വാവിട്ട് കരഞ്ഞു ബാളം കൂട്ടിയെന്നല്ല, അദ്ദേഹത്തിന്റെ സങ്കടം വിഷമവും ഉമ്മയുടെ സ്നേഹം കൊണ്ടുള്ള കരച്ചിലാണ്. അങ്ങനെ വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുക. അദ്ദേഹത്തോട് ചോദിച്ചു, മാ യുബക്കീഖ്, നിങ്ങളിങ്ങനെ കരയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ വർത്തമാനം, കാനലി ബാബാനി മഫ്തൂഹാനി അൽ ജന്ന, സ്വർഗത്തിലേക്ക് തുറക്കപ്പെട്ട 2 വാതിലുകൾ എനിക്കുണ്ടായിരുന്നു. അതിലൊന്ന് അടഞ്ഞുപോയല്ലോ എന്നാണ് അദ്ദേഹത്തിന്റെ സങ്കടം. അതാണ്, സ്വർഗത്തിലേക്ക് തുറക്കപ്പെട്ട 2 വാതിലുകൾ എനിക്കുണ്ടായിരുന്നു, അതിലൊരു വാതിൽ നഷ്ടപ്പെട്ടല്ലോ എന്നാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, ഇതാണ് സലഫിന്റെ മാതൃക. നമ്മൾ മനസ്സിലാക്കിയ മാതാപിതാക്കളോട് കാണിക്കുന്ന പുണ്യത്തിന്റെ മാതൃകയേ അല്ല അവിടെ. തികച്ചും വ്യത്യസ്തമായ, എന്നാൽ ഒരുപാട് വിശാലമായ അർത്ഥതലങ്ങളുള്ള, ഒരുപാട് ചിന്തനീയമായ മാതൃകളാണ്. നമ്മുടെ സ്വർഗത്തിലേക്കുള്ള വാതിലുകളാണ് മാതാപിതാക്കൾ. അതിലൊരാൾ മരിച്ചാൽ മരണത്തിന്റെ ഖേദമുണ്ടാകും. പക്ഷെ നമുക്ക് വലിയ നഷ്ടമുണ്ട്. എന്താ നഷ്ടം? സ്വർഗത്തിലേക്കുള്ള ഒരു വാതിൽ അടഞ്ഞുപോയി. ഇപ്പൊ ഒരു വാതിലേ കയ്യിലുള്ളൂ എന്നതാണ്. അപ്പോൾ നമ്മുടെ സ്വർഗത്തിലേക്കുള്ള ഈ വാതിലുകൾ നമ്മുടെ മാതാപിതാക്കൾ. അവർക്ക് വേണ്ടി ഏതെല്ലാം അളവിൽ, എത്ര വിനയത്തോടു കൂടി, എത്ര ത്യാഗം സഹിച്ചും അവരുടെ സൗകര്യവും സൗഖ്യവും അവർക്ക് സേവനവും ചെയ്തുകൊണ്ട് അവരുടെ കൂടെ അവസാനം വരെ നിൽക്കാൻ കഴിയുകയും അവസാനം വരെ ക്ഷമ പാലിച്ചുകൊണ്ട് കാരുണ്യത്തിന്റെ ചിറകൾ താഴ്ത്തി കൊടുത്തുകൊണ്ട് ഏത് പരുക്കൻ അനുഭവത്തെയും ക്ഷമയോടുകൂടി കടിച്ചു പിടിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചും അവർക്ക് പുണ്യം കിട്ടാൻ വേണ്ടി പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ അതാണ് വബിൽ വാലിദൈനി ഇഹ്സാന എന്ന ആ പദത്തിന്റെ അർത്ഥവിശാലത. സഹോദരന്മാരെ, ഒരുപാട് നീട്ടി പറയേണ്ടുന്ന വിഷയങ്ങളാണ്. നമ്മുടെ ക്ലാസിന്റെ രീതി അനുസരിച്ച് ഇനിയും ഒരു ക്ലാസ് കൂടി വിഷയത്തിൽ വരേണ്ടതുണ്ട്.
മാതാപിതാക്കൾ കൂടി പ്രാർത്ഥിക്കാൻ ഈ ആയത്തിൽ പറഞ്ഞുവല്ലോ. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്നാണ് ഈ ആയത്തിന്റെ അവസാനത്തിൽ നമ്മൾ ഓതി വെച്ച ഭാഗം. അപ്പോൾ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കൂടി ഒരു വിഷയമായിട്ട് നമ്മുടെ ക്ലാസ്സിൽ വരും. അപ്പോഴേ വബിൽ വാലിദൈനി ഇഹ്സാന എന്ന വിഷയം അവസാനിക്കുകയുള്ളൂ. ആ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ വന്ന പ്രാർത്ഥനകൾ മാതാപിതാക്കളുടെ കാര്യത്തിൽ ആ സന്ദർഭങ്ങളും വിഷയങ്ങളുമാണ് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല യഥാവിധി കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ, നമ്മൾ പഠിക്കുന്നതനുസരിച്ച് മാറ്റം വരാൻ കഴിയും വിധമുള്ള ഈമാൻ നൽകി, തഖ്വ ബോധം നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെ രോഗികൾക്ക് നാഥൻ ശിഫയും ശമനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും നാഥൻ ദൂരീകരിച്ച് തരുമാറാവട്ടെ. ഈ മഹാമാരിയുടെ അപകടത്തിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ കൂടെ ജീവിച്ചിരിപ്പുള്ള മാതാവോ പിതാവോ രണ്ടുപേരുമോ അവർക്ക് മതിയായ അളവിൽ സേവനം ചെയ്യാൻ കഴിയും വിധമുള്ള, അവരുമായി ബന്ധം നിലർത്തി മുന്നോട്ട് പോകാൻ കഴിയും വിധമുള്ള മാനസികാവസ്ഥ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾ അവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا رب ارحمهم كما ربونا صغارا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.